ഗുഡ് മോർണിംഗ് ആൾ. മെയിനായിട്ട് മാർക്കറ്റ് നിഫ്റ്റി ഏകദേശം 73 പോയിൻറ്റ് ഡൗൺ ആയിട്ട് നിൽക്കുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് വരാം. എന്താണ് സംഭവിച്ചതെന്ന് നോക്കേണ്ടി വരും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ മാർക്കറ്റിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. ഇന്നലെ രാത്രി വരേണ്ട ഇൻഫ്ലേഷൻ ഡാറ്റ അമേരിക്കയിൽ വന്നില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്ന കാരണം എന്നാൽ ഷട്ട് ഡൗൺ ആണെന്നുള്ള കാര്യം എല്ലാവരും അറിയിക്കാം. ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പലതും ഷട്ട് ഡൗൺ ആയ കാരണം ഇൻഫ്ലേഷൻ ഡാറ്റ വന്നില്ല. ഈ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നില്ലെങ്കിൽ നെഗറ്റീവായിട്ട് മാറുന്നത് ഇൻട്രസ്റ്റ് കട്ടാണ്. അപ്പോൾ ഫെഡിനെ സംബന്ധിച്ച് ഈ ന്യൂസ് കിട്ടിയാൽ മാത്രമാണ് ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇൻഫ്ലേഷൻ ഡാറ്റയെ വന്നില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ കട്ട് ചെയ്യാനുള്ള ഒരു ഡാറ്റ ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവോട് കൂടിയാണ് ഡവും അതുപോലെ തന്നെ നാസ്ഡാക്കും ഒക്കെ താഴത്തേക്ക് പോയി. ഒരു ന്യൂസ് നെഗറ്റീവിൻ്റെ പുറത്ത് മാത്രം പോയൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ചൊന്നും അഭിപ്രായങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഡിസംബർ വരികയാണെങ്കിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആവും എന്നുള്ളതിൽ മാർക്കറ്റ് കാലത്ത് തന്നെ എല്ലാ മാർക്കറ്റും ഒരു ചെറിയ സെൽ ഓഫിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുന്നൊന്നുമില്ല. കാരണം ബീഹാർ റിസൾട്ടിൻ്റെ ഔട്ട്കം വരാൻ പോവുകയാണ്. അപ്പോൾ റിസൾട്ടിനെ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാവും വരാൻ സാധ്യത. കാരണം ഇന്നലെ ക്ലോസ് ചെയ്തത് മാർക്കറ്റ് ഒരു ന്യൂട്രൽ ബേസിലാണ്. എന്നാൽ മുകളിൽ കൊണ്ട് സെൽ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ന്യൂട്രലൈസ് അല്ല, എവിടേക്ക് വേണമെങ്കിലും പോകാനുള്ള രീതിയിലാണ് മാർക്കറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിജയം എന്ന് പറഞ്ഞാൽ ആരാണ് ഇപ്പോൾ ഏകദേശം വിജയം NDA എന്നൊക്കെ പറഞ്ഞെങ്കിലും NDA തന്നെയാണെങ്കിൽ മാർക്കറ്റിൽ ഹെവി റിക്കവറി ഉണ്ടാവും. ഇല്ലെങ്കിൽ അഡാനി സ്റ്റോക്സുകൾ, അഡാനി അതുപോലെ റിലയൻസ് സ്റ്റോക്സ്, പ്രത്യേകിച്ച് അഡാനി സ്റ്റോക്സുകൾക്ക് സെൽ ഓഫ് വരുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴത്തേക്ക് പോകും. അപ്പോൾ റിസൾട്ട് കലണ്ടറുമാണ് നമ്മൾ നിൽക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റിൻ്റെ ബേസിൽ ചിലപ്പോൾ ഓപ്പണിങ് ചിലപ്പോൾ ജസ്റ്റ് മൈനസ് ആവാം, പക്ഷേ റിക്കവറി സാധ്യത കൂടുതലാണ്. അതുപോലെ ഇന്നലെയൊക്കെ നമ്മൾ മെസ്സേജ് ഇട്ടപ്പോൾ നമ്മൾ ഒരു റിസ്ക് ബേസ്ഡ് ബൈ പറഞ്ഞിരുന്നു. പക്ഷേ അതിലൊരു ടെംപ്റ്റ് ഇതാണ്, നമുക്ക് പുറത്തെ മാർക്കറ്റിൽ നിന്ന് വന്ന ന്യൂസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ ഇതൊരു കാലത്ത് ഓപ്പണിംഗ് ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് ആവും. അപ്പോഴേക്കും റിസൾട്ട് വരുമ്പോഴേക്കും ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് പോകേണ്ടതാണ്. ഓക്കെ, ന്യൂസിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. റിസൾട്ടാണ് നമ്മളെ പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കൻ മാർക്കറ്റ് ചിലപ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത് തിരിച്ചു കയറാവുന്നതാണ്. അടുത്തുള്ള FII ഡാറ്റയാണ്. FII ഡാറ്റ നമ്മളെടുത്ത് നോക്കുമ്പോഴും വളരെ മോശമില്ലാത്ത, വലിയ വിഷയമില്ലാത്ത രീതിയിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ് വളരെ കുറവാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബൈ ഒന്നാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഗോൾഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യില്ല എന്നുള്ള നിലപാട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ കട്ടിങ് ഇല്ല എന്ന് പറയുമ്പോൾ ചെറിയ മൈനസ് ട്രെൻഡ് തന്നെ കീപ്പ് ചെയ്തു. മൈനസ് ട്രെൻഡ് തന്നെയാണ് ഗോൾഡിൽ കീപ്പ് ചെയ്തത് ഇന്നലെ. പക്ഷേ അൺസർട്ടനിറ്റി, ഈ ഇതിൻ്റെയൊക്കെ ഒരു അൺസർട്ടനിറ്റീൻ്റെ ബേസിൽ ഹെവി കറക്ഷൻ ഉണ്ടായെന്ന് പറയാൻ വയ്യ. ന്യൂട്രലാണ് നിൽക്കുന്നത്. കാരണം പക്ഷേ എങ്കിലും ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് എടുക്കേണ്ടത്. നെഗറ്റീവാണ്. ഗോൾഡിനെ സംബന്ധിച്ച് ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റായിട്ടാണ് എടുക്കേണ്ടി വരിക. എന്തായാലും മാർക്കറ്റിലേക്ക് പ്രതിഫലിച്ച് വരുന്നേ ഉള്ളൂ. ഒരു ഹൈപ്പ് പോയി കിട്ടി. ഗോൾഡിൻ്റെ ഹൈപ്പ് അവിടെ വെച്ചിട്ട് ബ്ലോക്കാണ് എന്തായാലും. പക്ഷേ അൺസർട്ടനിറ്റി, ഇപ്പോഴും അൺസർട്ടനിറ്റി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഇതിൽ വലിയ കഥ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൺസർട്ടനിറ്റി വലിയ പ്രധാനമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഗോൾഡിൽ എനിക്ക് തോന്നുന്നു ലോങ് പോണതൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ബിറ്റ്കോയിനും അതുപോലെ തന്നെ കുറച്ച് താഴ്ത്തിക്കാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഇഷ്യൂസിൽ കണ്ടിന്യൂസ് വരുന്നതുകൊണ്ടായിരിക്കാം ബിറ്റ്കോയിനിൽ ഈ സെല്ലിംഗ് ട്രിഗർ വന്നിരിക്കുന്നത്. നോർമലി മാർക്കറ്റ് ട്രെൻഡ് പോസിറ്റീവാണ്. അത് NDA സഖ്യം ജയിക്കും എന്നുള്ള ഒരു ഇതിൻ്റെ പുറത്താണ് അതിൻ്റെ പോസിറ്റീവ് ട്രെൻഡ് നിൽക്കുന്നത്. ഇതിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ NDAക്ക് എതിരായിട്ടുള്ള ഒരു ന്യൂസാണ്, BJPക്ക് എതിരായിട്ടുള്ള ന്യൂസാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് അവിടെ യൂ ടേൺ ചെയ്യും. ചാൻസസ് കുറവാണ്. കാരണം എല്ലാവരും പറയുന്നു ജയിക്കും എന്നുള്ളതുകൊണ്ട് നമുക്കങ്ങനെ വിശ്വസിക്കാം. പക്ഷേ എങ്കിലും അൾട്ടിമേറ്റ് ടാർഗറ്റ് അവിടെയാണ് നിൽക്കുന്നത്. മാർക്കറ്റിന് ഓരോ ന്യൂസുകളാണ് വേണ്ടത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലായി. അല്ലാണ്ട് ഇതിപ്പോൾ നാളേക്കും മറ്റന്നാളേക്കും ഇത് നിൽക്കുന്നില്ല എന്ന് എപ്പോഴും മനസ്സിലാക്കുക. ഇത് ട്രേഡിങ് ചെയ്യാനുള്ള മാർക്കറ്റാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 68 പോയിൻറ്റ്, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 68 പോയിൻ്റ് ഡൗണേ ഉള്ളൂ മാർക്കറ്റിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ബൈ ട്രെൻഡ് ഇവിടെ ഓൾറെഡി ബൈ ട്രെൻഡ് കീപ്പ് ചെയ്യുന്ന മാർക്കറ്റാണ്. കുറച്ച് ഇഷ്യൂസ് ന്യൂട്രൽ ഇവിടെ മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഗുഡ് ന്യൂസ് വരികയാണെങ്കിൽ മാർക്കറ്റ് അപ്ഡേറ്റ് ചെയ്യും ഹൈ ആയിട്ട്. എനിക്ക് തോന്നുന്നു അത് അമേരിക്കൻ മാർക്കറ്റിനെ
ലൈൻ നമ്മൾ കീപ്പ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഡിഫറൻസാണ് ഇപ്പോൾ ഈ 63 പോയിൻ്റ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസും ചിലപ്പോൾ 9 മണിയാകുമ്പോഴേക്കും ഇല്ലായേക്കാം. പക്ഷേ എന്തായാലും റിസൾട്ടാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മൾ ഇന്നലെ ചില BTST തന്നിരുന്നെങ്കിൽ തന്നെയും ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ മാർക്കറ്റുകളിൽ ഈ റിസ്ക് വെച്ചിട്ടാണ് നമ്മൾ തന്നിരിക്കുന്നത്. റിസ്ക് ഇതിനുള്ളിലുണ്ട് എങ്കിലും ആരും പ്രതീക്ഷിക്കാത്തതായി പോയി ഇന്നലത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ വരാഞ്ഞത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. 9:45 ആകുമ്പോഴേക്കും മാർക്കറ്റിലെ ട്രേഡിങ്ങിൽ ഒരു ഫ്യൂച്ചർ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഞാൻ തരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.